ഹായ്, ഇന്നതേ നമ്മളിതേ ഈ ഒരു 4 റിബൺ വെച്ചിട്ടൊരു ഫ്ലവർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായതാണ് കേട്ടോ. അപ്പോൾ ഒരു 5.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വളരെ വീതി കുറഞ്ഞ റിബണാണ് ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഉരുക്കി കൊടുക്കാം. ഈ 4 പീസിൻ്റെയും 2 സൈഡും നമുക്ക് ഇതുപോലെ ഉരുക്കി കൊടുക്കാം കേട്ടോ. ഉരുക്കി കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മടക്കി നോക്കാം. കണ്ടോ, ആദ്യം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് നടുക്കിലോട്ട് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ നടുക്കിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ 4 പീസ് നമുക്ക് ഇതുപോലെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം നടുക്ക്. എന്നിട്ട് നമുക്ക് നോക്കിക്കോളാം, ഒരറ്റത്തെ നടുക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു. ഈ ഒരറ്റത്തെയും നമുക്കിത് കണ്ടില്ലേ, നടുക്കിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ഒട്ടാനായിട്ട്. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് എടുക്കാം. അതിലേക്ക് നമുക്കിത് ഫസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് നമുക്ക് കൂട്ടി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് ഒട്ടിക്കുമ്പോൾ അത് തെന്നിപ്പോവില്ല. ഇനി ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇവിടേക്ക് ഇതിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കായിട്ടും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ റിബൺ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ച്, ഇപ്പോൾ ഞാനൊരു പ്ലക്കറാണ് എടുത്തത്, അമർത്തി കൊടുക്കുക. ഇനി അടുത്ത സൈഡിലേക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒന്ന് അറ്റമൊന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മൾ ചെയ്ത ആ റിബണെല്ലാം ഇപ്പോൾ ഒരു ഫ്ലവർ പോലെയായി. ഇനി അതിലേക്കൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റോൺ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അലിഗേറ്റർ ക്ലിപ്പിലും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ ഒരു ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, നമ്മുടെ ക്ലിപ്പ് ഇപ്പോൾ റെഡിയായി. ഇത്ര ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.